സർ, ഇന്നലെ കർണാടകയിൽ ഹോസ്ദുർഗ് കോടതിയിൽ ഒരു വലിയ നാടകം അരങ്ങേറി. മാങ്കൂട്ടം കീഴടങ്ങിയേക്കും, രാഹുൽ മാങ്കൂട്ടം കീഴടങ്ങിയേക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാടകം അരങ്ങേറി. അങ്ങനെ വയനാട് അതിർത്തിയിൽ കൽപ്പറ്റയിൽ അവിടുത്തെ ജില്ലാ കോടതിയിൽ ഒരു നാടകം ഉണ്ടായിരുന്നു. എന്തിന് കോടതികളൊക്കെ ചിലയിടങ്ങളിലൊക്കെ പോലീസിനെ വിന്യസിച്ചുകൊണ്ട് ഒരു ഉഗ്ര നാടകം അരങ്ങേറുന്നുണ്ട്. ആ നാടകം ഇന്നലെ നമ്മൾ കണ്ട മറ്റൊരു സീനെന്ന് പറഞ്ഞാൽ DYFI നേതാക്കൾ പ്രതീകാത്മകമായി പൊതിച്ചോറും കൊണ്ട് വന്ന് നിൽക്കുന്നുണ്ട്. സർ, DYFI നേതാക്കളെ പൊതിച്ചോറുമായി കൊണ്ട് നിൽക്കാൻ വരെ രീതിയിൽ ഈ മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ വേറെ പല ഗെയിമുകൾ നടക്കുകയല്ലേ. ഇപ്പോൾ രാഹുലിനെ അവിടെ കൊണ്ടുവന്നിരിക്കട്ടെ, അവിടെ ഒരു യുദ്ധക്കളമായി തീരും. DYFIയും ഈ പറയുന്ന BJPക്കാരും എല്ലാവരും പ്രകടനം ഉണ്ടാവും, ഇയാളെ കൊണ്ടിറങ്ങുന്നു. അപ്പോൾ ഒരു നാടകം ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം അതൊന്ന്. രണ്ടാമത്, കോടതിയുടെ 7 അയലത്ത് പോലും മാങ്കൂട്ടം ഇന്നലെ വന്നില്ല. അപ്പോൾ സാർ, ഈ ഹോസ്ദുർഗിൽ കടന്ന നാടകം ആരുടെ ക്രിയേഷൻ ആകാനാണ് സാധ്യത? ഇതാരാണ് ഈ രചന? ഇവിടെ ഈ നടക്കുന്ന നാടകങ്ങളൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ SIT സംഘം തലങ്ങും വിലങ്ങും പോകുന്നു, അങ്ങോട്ട് സഞ്ചരിക്കുന്നു, ഇങ്ങോട്ട് സഞ്ചരിക്കുന്നു, അവിടെ എത്തി ഇവിടെ എത്തി, റഡാറിലാണ്. ഇത് എന്താണ്? മറ്റേ ആക്ഷൻ സിനിമയാണ് ഷാജി കൈലാസിൻ്റെ തിരക്കഥ. രഞ്ജി പണിക്കർ പോലും തോറ്റു. മാങ്കൂട്ടത്തിൻ്റെ തിരക്കഥ രഞ്ജി പണിക്കരോട് തോറ്റു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം ഇന്നലെ ഹോസ്ദുർഗിലെ ഉണ്ടായ സെറ്റപ്പ് സംവിധാനം പാതിരാത്രിക്ക് ഇത് കാണുമ്പോൾ ഒരു മിഡ് നൈറ്റ് ഡ്രാമ എന്ന് പറയുന്ന പോലെ കണ്ടിരിക്കുന്നവർക്ക് കണ്ടിരിക്കാൻ ആവേശം ജനിപ്പിക്കുന്ന രംഗങ്ങളാണ് കണ്ടത്. ഒരു വശത്ത് പ്രതിയെ കൊണ്ടുവന്നാൽ അപ്പോൾ തന്നെ റിമാൻഡ് ചെയ്യാനോ പോലീസ് കസ്റ്റഡി വിടാനോ ജുഡീഷ്യൽ കസ്റ്റഡി വിടാനോ ഉത്തരവിടാൻ റെഡിയായിരിക്കുന്ന, അല്ലെങ്കിൽ ജാമ്യം കൊടുത്തു വിടാൻ റെഡിയായിട്ടിരിക്കുന്ന ജുഡീഷ്യൽ ഓഫീസർ അദ്ദേഹത്തെ കൂടെ വിട്ടിയോ അല്ലെങ്കിൽ കുരം കളിപ്പിക്കുകയാണ് ഈ ഇൻഫർമേഷൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിച്ചേരാം. ഒരു മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ജുഡീഷ്യൽ ഓഫീസറുടെ അടുത്ത് ഇങ്ങനെ പ്രതിയെ കൊണ്ടുവരാൻ പോകുന്നു, നിങ്ങൾ പാതിരാത്രിയായി പോകരുത് എന്ന് പറഞ്ഞുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്ത ആളാരാണ്? കണ്ടുപിടിക്കണം. അത് പത്രക്കാർ ചെയ്യേണ്ട. ഈ റിപ്പോർട്ടർ ചാനലൊക്കെ ഇത്ര അറിയാവുന്ന അത് പറയട്ടെ, ഏത് ഉദ്യോഗസ്ഥൻ്റെ നിർദ്ദേശപ്രകാരമാണ് മജിസ്ട്രേറ്റ് അവിടെ ഇരുന്നത്? അത് വെറുതെ സാധാരണ ഇരിക്കുന്ന കാറ്റുകൊള്ളായിരുന്നാണ്. കോടതി സമയം കഴിഞ്ഞും മജിസ്ട്രേറ്റ് ഇരുന്നു, അസ്വാഭാവികമായിരുന്നു. പിന്നെ വേറൊരു സംഗതി എന്താ പറയുക സാർ, ഈ കോടതിയുടെ തൊട്ട് താഴെ തന്നെയുള്ള വീടുകളിലൊക്കെയാണ് ഈ മജിസ്ട്രേറ്റുമാരൊക്കെ താമസിക്കുന്നതെന്നും പറയും. അത് തൊട്ടടുത്ത് അപ്പോഴും അതിൻ്റെ ടെൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, ഇതിൻ്റെ അകത്ത് കാര്യം ഇതേ ഉള്ളൂ. അപ്പോൾ ഇത് ആദ്യം റിപ്പോർട്ടർ ചാനലോ ഏതെങ്കിലും ഒരു ചാനൽ ഇത് ബ്രേക്കിംഗ് ന്യൂസായിട്ട് കൊടുക്കുമ്പോൾ ഈ വസ്തുതയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? മജിസ്ട്രേറ്റിന് ഇൻസ്ട്രക്ഷൻ കൊടുത്ത ഉദ്യോഗസ്ഥൻ ആരാണ്? സിവിലാണെങ്കിലും പോലീസാണെങ്കിലും ആരാണെങ്കിലും അത് ആദ്യം പറയട്ടെ. അത് പോലീസ് എന്നായിരിക്കും സാർ. അല്ലെ, പോലീസാണ് ഇന്ന ഉദ്യോഗസ്ഥനാണ് പറഞ്ഞെന്ന് പറയട്ടെ എന്ന്. നല്ല അറിയാൻ പറ്റില്ല. ഇപ്പോൾ അയാൾക്ക് ഇവിടുന്ന് രാഹുലിനെ പിടികിട്ടിയെന്ന് പറയണ്ടേ? രാഹുലിനെ അയാളോട് പറഞ്ഞു കാണുമല്ലോ വേറെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ. അതിനിടെ കുറച്ച് നേരം കേട്ട വാർത്ത രാഹുൽ കസ്റ്റഡിയിലാണ്. അതുകൊണ്ട് ഇത് വിശ്വസിക്കാൻ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത്തരം വാർത്തകളുടെ പുറകെ പോകാനുള്ള മാധ്യമങ്ങളും പാർട്ടിക്കാരും ഉണ്ട് എന്ന് വളരെ നന്നായിട്ട് അറിയാവുന്ന ആളാണ്. ഒന്ന് പണി കൊടുക്കാം എന്നായിരിക്കും അല്ലേ മാധ്യമങ്ങൾക്ക്. പിന്നെ എനിക്ക് രാഹുൽ ആയതുകൊണ്ട് സംശയം, ഇത്തരം നാടകങ്ങളെ എങ്ങനെ നേരിടണമെന്ന് നന്നായിട്ട് പൊളിക്കാൻ ആ ചെറുപ്പക്കാരൻ അറിയാം, നന്നായിട്ട് അറിയാം. പിണറായിയുടെ പല ബുദ്ധിയും പൊളിക്കാൻ ആ ചെറുപ്പക്കാരൻ. പാലക്കാട്ടെ നീലപ്പെട്ടി കേസ് ഓർക്കുന്നുണ്ടല്ലോ, അത് പൊളിച്ച്. അന്നും ഇതുപോലൊരു നാടകമായി അതുണ്ടായി, നടന്ന കാര്യമൊക്കെ തന്നെ. അത് വേറെ നീലപ്പെട്ടി ആയിരിക്കും അവർ കൊണ്ടുപോയത്. ഒറിജിനൽ വേറെ സൈഡിൽ കൂടെ വേറെ നീലപ്പെട്ടി പോയിട്ടുണ്ട്, അറിയാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ കൊണ്ടുപോയെങ്കിൽ തന്നെ അത് കണ്ടുപിടിക്കാൻ അവരുടെ ഇടയിലുള്ളവർ തന്നെ ചോർത്തി കൊടുത്തതാ. അത് കണ്ടുപിടിക്കാൻ ആരാ വേണ്ടത്? അത് കണ്ടുപിടിക്കാൻ പോലീസ് വേണം, പോലീസ് ഉണ്ടായിരിക്കണം. ആ പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലത്. പോലീസ് ചീറ്റി. അപ്പോൾ ഇപ്പോൾ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് 9ാമത്തെ ദിവസമായിട്ട് തോന്നണം അല്ലേ? 8 ദിവസമായി. അല്ല, 9ആയി തോന്നുന്നു. 9 8 9 ഈ 9 ദിവസവും കേരള പോലീസിൻ്റെ അല്ലെ ഇത് എന്നാ പറയുന്നത്, പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിൻ്റെ തലയിൽ കാക്ക കാട്ടിക്കുന്നതിനുള്ള അനുഭവമായിരിക്കും ഉണ്ടാകേണ്ടത്. കാരണം നാണം കെട്ട് നിൽക്കല് ഏറ്റവും കൂടുതൽ ഒരു കാര്യം. നാണം കെട്ട് നിൽക്കുന്നത് ശരിയാണ്, എല്ലാം ഓക്കെ. പക്ഷേ ഈ കോടതിയിൽ കീഴടങ്ങിയാൽ ഈ അന്വേഷിക്കാൻ പോയതിൻ്റെ പ്രസ്റ്റീജ്, ക്രെഡിറ്റ് എല്ലാം പോകുന്നുണ്ടല്ലേ കോടതി വരുന്നതിന് മുമ്പിട്ട് പിടിക്കാൻ. കാര്യം ഈ ദിലീപിൻ്റെ വിഷയം വന്നപ്പോൾ പൾസർ സുനി എന്ന് പറയുന്ന കൊടും ക്രിമിനൽ ഇവിടെ ഹൈക്കോടതിയിൽ വന്ന രംഗമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഹൈക്കോടതിയിൽ വന്ന് ആ സ്റ്റെപ്പിൻ്റെ അവിടെ കിടന്ന് പോലീസും ഈ കൊടും ക്രിമിനലും തമ്മിൽ പിടിവലിയൊക്കെ. അപ്പോൾ കോടതിയുടെ മുന്നിൽ വന്ന് സറണ്ടർ ആയാൽ ക്രെഡിറ്റ് പോകും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ളൊരു നാടകം കൂടെ അല്ലേ ഇത്? ക്രെഡിറ്റ് മാത്രമല്ല, ഇവരുടെ കസ്റ്റഡിയിൽ കിട്ടണം. അതെ, പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഡയറക്റ്റായിട്ട് കിട്ടണം. ഇവർ കോടതിയിൽ ഹാജരാക്കും. പക്ഷേ അതിനകത്ത് ഞാൻ കഴിഞ്ഞ നമ്മൾ ഒരു ചർച്ചയിൽ നമ്മൾ പറഞ്ഞതാണ്, ഈ പോലീസ് കോടതിയിൽ ഹാജരാകാൻ വരുന്ന ഒരു പ്രതി, നേരിട്ട് ഹാജരായി കീഴടങ്ങാൻ വരുന്നൊരു പ്രതി, ആ പ്രതിയെ പിടിക്കണം, അപ്പം തന്നെ അതിന് മുമ്പ് തന്നെ പിടിക്കണം എന്നവർക്ക് വാശി തന്നെ. ഒരു നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിൽ കീഴടങ്ങാനാണ് വരുന്നത് അല്ലേ? അതെ. അതിനെ തടയുന്ന ആളെ കോടതിയുടെ കോടതി ലക്ഷ്യം ചെയ്യുകയാണോ ഇല്ലയോ?
സാറിന് കോടതിയിൽ പോയി 164 മൊഴി കൊടുക്കാൻ വരെയുള്ള സ്വാതന്ത്ര്യമുണ്ട് ഓരോരുത്തർക്കും. പെണ്ണ് ആണെങ്കിൽ ഇത് അങ്ങനെ ഒരു മൊഴി കൊടുക്കാനാണ് രാഹുൽ വന്നിരുന്നെങ്കിൽ ആർക്കെങ്കിലും ആരോട് പറയണമെന്നില്ലല്ലോ. അത് അവിടെ ചെന്നിട്ട് തീരുമാനിച്ചാൽ മതി, ഞാനെല്ലാം തുറന്ന് പറയാം, കുറ്റസമ്മതമായിരിക്കും ചിലപ്പോൾ നടത്താൻ പോകുന്നത്. അതിപ്പോൾ പോലീസിന് അറിയാമില്ലല്ലോ. ഒരു 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനാണ് രാഹുൽ കോടതിയിൽ കീഴടങ്ങാൻ തീരുമാനിക്കുകയും അതിനെ കേരള പോലീസ് തടയുകയും ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്നാ? അതാലോചിച്ച് നോക്ക്. അതൊരു കോടതിയിലെ വിഷയമല്ലേ? ഇത് പോലീസിന് കോടതിയിൽ കീഴടങ്ങിയിട്ട് റിമാൻഡ് മേടിക്കാം ഇല്ലേ? ആ റിമാൻഡ് മേടിച്ച് കഴിഞ്ഞാൽ കോടതിയിൽ കീഴടങ്ങുകയോ അല്ലെങ്കിൽ സ്വയം കീഴടങ്ങുകയോ ചെയ്യുമ്പോൾ അത് ഇത്രയും കാലം ഈ കണ്ട നമ്മുടെ നികുതി കാശെടുത്ത് കണ്ട യാത്രകളും നടത്തി പിടിക്കാൻ നടന്നിട്ട് ഒരു ഉണ്ടയും നടന്നില്ല എന്നൊരു നാണക്കേട് വരും. അല്ലേ കീഴടങ്ങി എന്നുള്ളത് വരുമ്പോൾ പിടിക്കാൻ പറ്റിയില്ല എന്ന് വരും. നിന്റെ മുമ്പിൽ കൂടെ എന്നെയൊക്കെ പറ്റിച്ചില്ലടാ ഇത്രയും ദിവസം. സാറേ ഇനി ഇവർ പിടിച്ചാലും ഇത്രയും ദിവസം പറ്റിക്കാൻ പറ്റിയില്ല സാറേ. അതൊരു വലിയ ഇതല്ലേ? ഒരു ദിവസം പറ്റിച്ചു. ഇത്രയും വലിയൊരു പോലീസ് സേനയല്ലേ? ഇത്രയും വലിയൊരു പോലീസ് സേനയല്ലേ? ആരും അറിയാത്തൊരു മുഖമല്ല രാഹുൽ. വേറെ സംസ്ഥാനങ്ങളിലെ ഏത് പോലീസ് സേനയും വെല്ലുന്ന പോലീസ് സേന അല്ല. ആരും അറിയാത്ത മുഖമല്ല രാഹുലിൻ്റെ. ഏത് മാടക്കട ചെന്നാലും ഏത് പെട്ടിക്കട ചെന്നാലും ഏത് ചാരായ ഷോപ്പിൽ ചെന്നാലും തിരിച്ചറിയാൻ പറ്റുന്നൊരു മുഖമാണ് രാഹുലിൻ്റെ. ആ രാഹുലിൽ ഒളിച്ചങ്ങനെ പെട്ടെന്നൊന്നും പിന്നെ സാർ ഇതിൽ ഒരു സാഡിസ്റ്റ് മനോഭാവം കൂടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. മിസ്റ്റർ വിജയൻ എന്ന് സംബോധന ചെയ്ത ഒരു ചെറുപ്പക്കാരനെ വാണ്ടഡ് നോട്ടീസ് ഞങ്ങൾ ഇറക്കിയിടാൻ നിന്നെ എന്ന് കാണിക്കാൻ. കാര്യം ഇന്നലെ ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ പടക്കം പൊട്ടിച്ചാണ് CPM എന്ന് പറയുന്നത്. അതാ മനസ്സിലാകാതെ. അത് അങ്ങനെ പടക്കം പൊട്ടിക്കാൻ ഒരു അവസരം ഒരിക്കലും കോൺഗ്രസ്സുകാർക്ക് കിട്ടിയില്ല. കാരണം മുകേഷിനെ പുറത്താക്കിയിട്ട് ഇവിടെ പടക്കം പൊട്ടിക്കുകയില്ല. അല്ല, അങ്ങനെ പൊട്ടിക്കത്തുമില്ല കോൺഗ്രസ്. അങ്ങനെ നാറ്റം വെച്ച കളിയൊന്നും കളിക്കുന്നു. കോൺഗ്രസ് അത്ര അഗ്രസീവ് അല്ല. അതിൽ ഏറ്റവും അതാണ് അവരുടെ ഏറ്റവും വലിയ അതിലും രസം സാറേ, DYFIയുടെ ഒരു നേതാവിൻ്റെ ഇന്നലത്തെ പത്രക്കാരോട് വലിയ ഇതിലാ പറയുന്നത്, ഞങ്ങൾക്ക് ആർജവമുള്ള സംഘടനയാണ് രാഹുൽ മാങ്കൂട്ടം, ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട് വിശന്നിരിക്കുന്നത്. ഇന്നലെ പൊതിച്ചോറ് ഹോസ്പിറ്റലിൽ വന്നിരുന്നു. പട്ടിണി പാവങ്ങൾ പട്ടിണി കിടക്കാൻ പാടില്ല. പട്ടിണി പാവങ്ങൾക്ക് പൊതിച്ചോറ് കൊടുക്കുന്നവനെ ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങളുടെ നാട്ടിൽ സമ്മതിക്കില്ല, ഞങ്ങൾ പൊതിച്ചോറ് കൊടുത്തിരിക്കും. അതിനെ പരിഹസിച്ചവനാണ് രാഹുൽ. അതുകൊണ്ട് രാഹുലിന് പോലും ഇനിയിപ്പോൾ ജയിലിൽ ചെല്ലുമ്പോഴത്തെ കുറേ സമയം അസമയത്താണ്, പാതിരാത്രിയാകുന്നു. ഇനി ജയിലിൽ ചെന്നാൽ ചിലപ്പോൾ ഭക്ഷണം കിട്ടില്ല. പക്ഷേ അതുകൊണ്ട് ഞങ്ങൾ പൊതിച്ചോറ് കൊണ്ടുവന്നിരിക്കുന്നു. ജയിലിൽ കിട്ടാതെ കൊണ്ടാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നതാണ് പറയുന്നത്. അത് ജയിലിലേക്ക് പോകും ഇവർക്കൊക്കെ ഉറപ്പായി. DYFI പിണറായി വിജയൻ്റെ പോലീസ് ആദ്യം പറ്റിച്ചത് ആരെയാണ്? DYFIക്കാരനെ പറ്റിച്ചു. ഇനി രണ്ടാമത് ഈ പൊതിച്ചോറ് പലതരത്തിൽ ഉപയോഗിക്കാം. ഉണ്ണാൻ ഉപയോഗിച്ചില്ലെങ്കിൽ വേറൊരു പൊതിച്ചോറ് പോലെ തന്നെ ആ ചോറ് തന്നെ വേറൊരു കാര്യത്തിന് ഉപയോഗിക്കാം. ബലിച്ചോറെന്ന് പറയും. ബലിച്ചോറ്. എന്നിട്ട് കൊട്ടുമ്പോൾ കാക്ക വന്ന് കൊത്തിക്കൊണ്ട് പോകണം. DYFIയുടെ ചോറ് ഏതെങ്കിലും കാക്ക വന്ന് കൊത്തിക്കൊണ്ട് പോയോ ബലിച്ചോറ് പോലെ വെച്ചിട്ട്? ഏത് കാക്ക അത് കൊത്തിക്കൊണ്ട് പോകുന്ന അറിയണ്ടേ? പൊതിച്ചോറ് ഉപയോഗിക്കാൻ പറ്റില്ല, ബലിച്ചോറായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അറിയാം കൈകൊണ്ട് കുട്ടി നോക്കാൻ അവരുടെ പ്രവൃത്തിയിൽ ആത്മാർത്ഥതയുണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു മാർഗമായിരുന്നു ബലിച്ചോറിന് വെച്ച് കൊടുക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ ഒരു ആചാരമാണ്. അത് ചെയ്യാൻ ഇവർ ഇനി ആ പൊതിച്ചോറ് എന്നാ ചെയ്യുന്നത്? വളിച്ചു പോവുകയില്ലേ? ഇവർ പൊതിക്കാട്ട് വെച്ചിരിക്കുകയാണ്. അത് ഉടനെ ആരാണ് ഉണ്ടത് ആ പൊതിച്ചോറ്? അതാർക്ക് ഏത് പാവപ്പെട്ടവനാണ് കൊടുത്തത്? അതോ ബലിച്ചോറായിട്ട് വെച്ചോ? ഇത് ശരിക്കും രാഹുലിനോടുള്ള കളി DYFIയുടെ ബലിച്ചോറാണെന്ന് പല പ്രാവശ്യം കാണിച്ചു തന്നിട്ടുള്ള പല രംഗത്ത് വീണ്ടും ഇതിന് പോവുകയാണ്. രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ, കോടതിയിൽ ഹാജരാകട്ടെ, റിമാൻഡ് ചെയ്യുകയോ പോലീസ് കസ്റ്റഡി എന്ത് വേണം ചെയ്യട്ടെ. അതിനുശേഷം വിചാരണ കോടതി സാക്ഷികൾ പുസ്തകം നടത്തി ശിക്ഷിക്കട്ടെ. പ്രൊസീഡിങ്സ് എല്ലാം കഴിഞ്ഞ് രാഹുലിനെ 1 വർഷത്തേക്കോ 10 വർഷത്തേക്കോ ജീവപര്യന്തം എന്തോ ശിക്ഷിക്കട്ടെ. അതിൽ കോൺഗ്രസ്സുകാരൻ വിട്ടുകൊടുത്തിട്ട് തന്നിരിക്കുകയാണ് രാഹുലിനെ കോൺഗ്രസ്സുകാരൻ നിയമത്തിൻ്റെ മുമ്പിലേക്ക് വിട്ടു തന്നിരിക്കുകയാണ്. അത് DYFIക്ക് കൊത്തിക്കയറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കളി മാറും. അത് മനസ്സിലാക്കണം. രാഹുലിനെ DYFI കായികമായിട്ടോ അല്ലെങ്കിൽ പൊതിച്ചോറ് കൊടുത്തോ അവഹേളിക്കാനും കുറ്റപ്പെടുത്താനും ശ്രമിച്ചാൽ കോൺഗ്രസ്സുകാരുടെ വികാരം വേറൊന്നുണ്ട്. ഞങ്ങൾ മാന്യമായിട്ട് പെരുമാറി, ഞങ്ങളുടെ പ്രതിയെ ഞങ്ങൾ സംരക്ഷിച്ചില്ല, ഞങ്ങളുടെ കുറ്റവാളിയെ ഞങ്ങൾ സംരക്ഷിച്ചില്ല. പക്ഷേ നിങ്ങളോ? ആ ചോദ്യത്തിന് മുമ്പിൽ DYFIക്കാരൻ ഉത്തരവുണ്ടോ? എത്ര പേരുടെ പേര് ഗോപി കോട്ടമുടക്കിൽ എവിടെയായിരിക്കുന്നത്? എന്താ ചെയ്ത്? അതൊരു വിഷയമായിട്ട് തന്നെ സംസാരിക്കാനുണ്ട്. നിരവധി പേരുകൾ അങ്ങനെയുണ്ട്. അപ്പോൾ ഈ പേര് ഇത്തരം ആൾക്കാരെ മുഴുവൻ സംരക്ഷിച്ച് ഉരുക്ക് കവചം കൊണ്ട് സംരക്ഷിച്ച ആ ഇരട്ടച്ചങ്കൻ്റെ 2 ചങ്കം ചേർത്ത് പിടിച്ചിരിക്കുന്ന കുറ്റവാളികളെ സംരക്ഷിക്കുന്ന പിണറായി വിജയൻ്റെ പോലീസിനും ഹാലേലുയ പാടുന്ന DYFIയുടെ സ്ഥിതി എന്നതാണ്. ഒറ്റ ധാർമ്മിക ബോധമുള്ള നീതിബോധമുള്ളൊരു കമ്മ്യൂണിസ്റ്റുകാരെ കോൺഗ്രസിലുണ്ട് ഇഷ്ടം പോലെ. സതീശനെ എതിർക്കാൻ ആളുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കണമെന്നോ സതീശനെ എതിർക്കാൻ കോൺഗ്രസ് ആളുണ്ടായിരുന്നു. അതാണ് കോൺഗ്രസിൻ്റെ മഹത്വം. ജനാധിപത്യം. ആ മഹത്വം ഇതിൻ്റെ അത് കാണിക്കുമോ? ഇപ്പം പിണറായിയോട് പറയാം നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് എന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ഇപ്പോഴും വന്നിരിക്കുക ഒരു വിഷയം. PM ശ്രീ വിഷയം വന്നിട്ടുണ്ട്. തൻ്റെ ഇടം ഉണ്ടോ പിണറായി വിജയന്? എന്തെങ്കിലും തരിമ്പ് തൻ്റെ ഇടം ഉണ്ടോ? തരിമ്പ് ആത്മാർത്ഥതയുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിലൊക്കെ നടപടി എടുത്ത് കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് പിണറായി വിജയൻ്റെ കൂടെ ജനം തന്നേനെ. അതാണ് അച്യുതാനന്ദനും പിണറായിയും തമ്മിലുള്ള വ്യത്യാസം. അച്യുതാനന്ദനെ ജനം ഇപ്പോഴും ആ കോൺഗ്രസ്സുകാർ പോലും ബഹുമാനിക്കുന്നതിനെ ആരാധിക്കുന്നതിന് കാരണം അതാണ്.
തീർച്ചയായും. അച്യുതാനന്ദൻ്റെ അപ്പോൾ സാർ അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. അപ്പോൾ ഹോസ്ദുർഗിൽ നടന്നത് ഒരു നാടകം തന്നെയാണ്. അല്ല, ഹോസ്ദുർഗിന് രാഷ്ട്രീയമായി വിവാദങ്ങളുടെ വേറൊരു കഥയുണ്ട്. പണ്ടൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, അകലക്കുന്ന താലപ്പുഴയിൽ സിൻഡിക്കേറ്റിന് വോട്ട് പിടിക്കും. അകലക്കുന്ന താലപ്പുഴയിൽ ഹോസ്ദുർഗിൽ മട്ടാഞ്ചേരി ഹോസ്ദുർഗിൽ സിൻഡിക്കേറ്റിന് വോട്ട് പിടിക്കും, ഇടവന്മാരെ സൂക്ഷിച്ചു. അന്ന് ഏറ്റവും വലിയ പിന്തിരിപ്പൻ വിഭാഗം എന്ന കോൺഗ്രസിൻ്റെ സിൻഡിക്കേറ്റുമായിട്ട് സഖ്യം ഉണ്ടാക്കിയതിൽ പ്രധാനപ്പെട്ട സ്ഥലവും ഹോസ്ദുർഗായിരുന്നു. ഹോസ്ദുർഗ് അന്ന് വാർത്താ പ്രാധാന്യം നിറഞ്ഞു വന്നിരുന്നു. ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ CPM-കാർ സിൻഡിക്കേറ്റിന് വേണ്ടി വോട്ട് പിടിക്കാൻ പോകും. സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ മുതലാളി പാർട്ടിനെ പറഞ്ഞത് വോട്ട് പിടിക്കാൻ പോയ ഒരു സ്ഥലം കൂടിയാണ്. ഇത്തവണയും ആരുടെയെങ്കിലുമൊക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി രാഹുലിനെ വേട്ടയാടുന്നു എന്ന് കാണിക്കുക മാത്രമാണ് ഇവരുടെ ഉദ്ദേശം. അതിനപ്പുറത്തേക്ക് ഒരു ഇഞ്ചി പോവുകയില്ല. രാഹുൽ ഞാൻ നമ്മൾ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, രാഹുൽ ആഗ്രഹിക്കുന്ന സമയത്ത് രാഹുലിനെ പോലീസ് പിടിച്ചിരിക്കും.